ബീഫ് കറി ആ കപ്പയിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് കള്ളപ്പം. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ നമ്മൾ വാഗമണ്ണാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാലാവസ്ഥയൊക്കെ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇടുക്കിയുടെ ഭംഗി കാണാൻ വേണ്ടി നമ്മൾ വാഗമണ്ണ് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പശുപ്പാറ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വാഗമണ്ണും പശുപ്പാറയും അതുപോലത്തെ അതിമനോഹരമായ കാഴ്ചകളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. 4 മണിക്കാറ്റ് വഴിയാണ് കേട്ടോ പോകുന്നത്. നല്ല അടിപൊളി സ്ഥലമുണ്ടോ, ഈവനിങ് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല തണലും നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് മേടിക്കാൻ പോവാണ് കേട്ടോ. നല്ല ഷാപ്പിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യുന്നത്. കള്ളു കുടിക്കുന്നില്ല, ഭക്ഷണം മാത്രമേ ഉള്ളൂ. കോട്ടയത്ത് നിന്ന് നമ്മൾ യാത്ര തുടങ്ങി നേരെ പോകുന്നത് പാലായിലോട്ടാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലാ ടൗണിലോട്ടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലാ ടൗണിലാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇതിനകത്ത് എല്ലാവരും ഉണ്ട്. നമ്മൾ പാലായിൽ നിന്ന് നേരെ ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടാണ് പോകുന്നത്. നല്ല മഴക്കാറും നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇടുക്കിയുടെ ഒരു ഭംഗി വേറെ തന്നെയാണ്. അങ്ങനെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. പാലായിൽ നിന്ന് നേരെ ഈരാറ്റുപേട്ട വഴി നമ്മൾ വാഗമണിലേക്കാണ് പോകുന്നത്. നമ്മൾ വാഗമൺ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇതാ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതുണ്ടോ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ മഴയായിരുന്നു തോന്നുന്നു. മൊത്തം നനഞ്ഞിടക്കമുണ്ടോ. പിന്നെ വരുന്ന വഴികളെല്ലാം വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനാണ് നേരെ വാഗമൺ പോകുന്ന വഴി. നമ്മളിപ്പോൾ വാഗമൺ ഏലപ്പാറ റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പശുപ്പാറ എന്ന് പറഞ്ഞ വാഗമണിൽ നിന്നുള്ള ഹിഡൻ പ്ലേസിലോട്ടാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വാഗമൺ ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ പശുപ്പാറയിലേക്ക് വരുന്നത്. ഉപ്പുതറ, ഇടുക്കി, കട്ടപ്പന പോകുന്ന റൂട്ടാണ്. വളരെ തിരക്ക് കുറഞ്ഞൊരു സ്ഥലം തന്നെയാണ് കേട്ടോ പശുപ്പാറ. ഫോട്ടോസ് എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അടിപൊളി ഒരു സ്ഥലമാണ്. തേയിലത്തോട്ടങ്ങളും ചെറിയ അരുവികളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടാണ് പശുപ്പാറ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ പശുപ്പാറ എത്തിയിരിക്കുകയാണ്. അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ തേയില കളഞ്ഞേക്കുവാണ്ടോ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് പച്ചപ്പായിരിക്കും. അതുപോലെ വെള്ളമൊക്കെ കുറവാണ്. നമ്മൾ പണ്ടൊക്കെ വരുമ്പോൾ ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു. അപ്പോൾ നമ്മൾ കുളിക്കാനുള്ള പ്ലാനിങ്ങിലൊക്കെ വന്നത്, പക്ഷേ വെള്ളം തീരെ കുറവാണ്. അപ്പോൾ വണ്ടി ഇറക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഇവിടെ കൊണ്ടിടാം. അപ്പോൾ വെള്ളമൊന്നുമില്ലല്ലോ. എന്നിട്ട് ഫുഡൊക്കെ എടുക്കാം. ഇവിടെ എല്ലാവരും കുളിക്കാനുള്ള പരിപാടിയും അതുപോലെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയൊക്കെയാണ്. ഇപ്പോൾ ചെറിയ വെള്ളമുള്ളൂ, വലിയ ഡേഞ്ചറൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് പശുപ്പാറയുടെ കാഴ്ചകളും ഭംഗിയൊക്കെ ആസ്വദിക്കാം. ഇപ്പോൾ ചെറിയ രീതിയിൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടോ, അതുകൊണ്ട് ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ്. വീണ്ടും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. നല്ല ചാറ്റൽ മഴയത്ത് നല്ല കപ്പയും ബീഫും ചിക്കനും കള്ളപ്പമൊക്കെ കൂട്ടി നമ്മൾ അടിപൊളി ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. കാർദാ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളി വൈബായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ വണ്ടി നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിക്കിയൊക്കെ തുറന്ന് ഫുഡൊക്കെ കഴിക്കാം. കണ്ടോ, മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡിക്കിയിൽ നിന്ന് ഫുഡൊക്കെ എടുത്തിട്ട് അവിടെയാണ് കേട്ടോ ഫുഡ് കഴിക്കാനുള്ള ആംബിയൻസ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിലെ വേണം ഇറങ്ങി പോകാനായിട്ട്. നമുക്ക് എന്തായാലും ചാടി പോവാം. ചാടിയിട്ടുണ്ട്. ഇതുണ്ടോ, അവിടെ നിന്നാണ് പോകുന്നത്. ഫൈനലി ഫുഡ് കഴിക്കേണ്ട ഒരു സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ്. ഇതുണ്ടോ വെച്ചോ, ഇതാ നല്ല വാഴയിലേക്ക് ഉണ്ട് കേട്ടോ. കള്ളപ്പം, കപ്പ, ബീഫ്, ചിക്കൻ എല്ലാ ഐറ്റംസും ഉണ്ട്. നല്ല വാട്ടിയ വാഴയില വെച്ചിട്ടുണ്ട്. അത് വേണം വെക്കണ്ടോ, കേട്ടോ. കൈയൊക്കെ വേണ്ടി ഇവിടെ കഴുകാം. നമ്മുടെ സ്ഥലം ഷാപ്പിലെ ചിക്കൻ ഫ്രൈ, ഹോം മെയ്ഡ് നെല്ലിക്ക അച്ചാറുണ്ട്, കള്ളപ്പം ഉണ്ട്. നല്ല സോഫ്റ്റ് കള്ളപ്പം. അതെ, ഷാപ്പിലെ കള്ളൊഴിച്ചുള്ള കള്ളപ്പം, അതുപോലെ നല്ല കപ്പ. കപ്പ ഒഴുകിയത്, നല്ല കള്ളപ്പം, നല്ല ചിക്കൻ ഫ്രൈ ഉണ്ട്, നല്ല ബീഫ് കറി ആ കപ്പയിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. കള്ളപ്പത്തിലോട്ടും കപ്പയിലോട്ടും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹലോ,
അങ്ങനെ നമ്മളെല്ലാം സെർവ് ചെയ്തിട്ട് ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ട്. എങ്ങനെയുണ്ട് ജേസൺ? സംഭവം അടിപൊളി, സൂപ്പർ അടിപൊളിയാണ്. നല്ല കള്ളപ്പം കേട്ടോ, ഇഷ്ടമൊന്നുമല്ല, കള്ളൊഴിച്ചുണ്ടാക്കി നല്ല കള്ളപ്പം, നല്ല ബീഫ് കറി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, കൂട്ടി നമുക്ക് പിടിക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടോ? അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ. അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളി ഒരു വൈബായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത്. പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു സെറ്റപ്പ് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും വെള്ളം കുറവുള്ളതുകൊണ്ടും നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയാണല്ലോ. നമ്മുടെ കാർ അവിടെ കിടക്കുന്നുണ്ട്, അതുപോലെ ഉണ്ടോ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്തായാലും കഴിച്ച് എഴുന്നേറ്റിട്ടുണ്ട്. ആദ്യമൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം കുറവാണ്. നമ്മൾ ആ മുകളിൽ നിന്നാണ് ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇവിടെ വന്നു. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയാണ്. അവിടെയാണോ AVTയുടെ ടീം മ്യൂസിയമൊക്കെ വരുന്നുണ്ട്. ഇവിടെയും കൂടി പച്ചപ്പുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ തേയില ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ നല്ല പച്ചപ്പും നല്ല ആംബിയൻസും ആയിരുന്നു ഇവിടെ വന്നപ്പോൾ. എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പശുപ്പാറയിൽ കുളിക്കാനൊക്കെ ഉള്ള വരവായിരുന്നു. അപ്പോൾ എന്തായാലും പാടി. ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്തേക്കൊന്ന് പോയി നോക്കാം, അവിടെ കുളിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെന്ന്. എങ്ങനെ അവിടെ കുളിച്ചിട്ട് പോവാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്തതിന് പുള്ളിക്കാനം പിടിക്കാം. അപ്പോൾ നമ്മൾ പശുപ്പാറയോട് വിട പറഞ്ഞ് നമ്മൾ പുള്ളിക്കാനം സൈഡ് പിടിക്കാനുണ്ടോ. ഇതാ വണ്ടി ഇവിടെ തിരിച്ചിട്ടുണ്ട്, എല്ലാവരും ഇവിടെയുണ്ട്. പശുപ്പാറയോട് വിട പറഞ്ഞ് പുള്ളിക്കാനം സൈഡിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ പുള്ളിക്കാനത്തേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഒരുപാട് സിനിമ ചിത്രീകരണങ്ങൾ നടന്നിരിക്കുന്ന സ്ഥലമാണ്. പശുപ്പാറയോട് യാത്ര പറഞ്ഞ് നമ്മൾ നേരെ പുള്ളിക്കാനത്തേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. വാഗമൺ ടൗണിൽ നിന്ന് മൂലമറ്റം പോണ വഴിക്ക് ഡീവിയേഷൻ എടുത്തിട്ടുണ്ടോ പുള്ളിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. പുള്ളിക്കാനം വഴിയും KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് വാഗമണിലേക്ക്. കൂടുതലും മൂലമറ്റം വഴിയാണ് സർവീസ് ചെയ്യുന്നത്. ഇപ്പോഴും ഒരുപാട് പേർക്ക് പുള്ളിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്തെ പറ്റി അറിയത്തില്ല കേട്ടോ. എല്ലാവരും വാഗമൺ ടൗണിൽ വന്ന് മുട്ടക്കുന്നും ഗ്ലാസ് ബ്രിഡ്ജ് കയറി തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പശുപ്പാറയും പുള്ളിക്കാനൊക്കെ അടിപൊളി സ്ഥലങ്ങളാണ് ഫോട്ടോ എടുക്കാനും വീഡിയോസിനായിക്കോട്ടെ. അതുപോലെ തിരക്കൊക്കെ വളരെ കുറഞ്ഞ് നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. ഇതാ നമ്മളിപ്പോൾ പുള്ളിക്കാനം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മിക്കപ്പോഴും ഇതിൽ വരുമ്പോൾ ഷൂട്ടിംഗ് കാണാൻ സാധിക്കും. ഇന്നും ഏതൊരു പടത്തിന് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഇതാണ്ടോ മറ്റേ സ്വളവ് വന്നിരിക്കുന്നത്, ഇതുണ്ടോ കറക്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ റൗണ്ട് അടിച്ച് വരികയാണ് ചെയ്യുന്നത്. ഇതാ അപ്പോൾ ജോസഫ്, ചാർലി, ഓർഡിനറി അങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ ഇത്. ഇതാണ് വളവ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു ഏരിയയിലാണ് കേട്ടോ ജോസഫ് സിനിമ ആക്സിഡൻറ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓർഡിനറി, ചാർലി, അതുപോലെ ഓൾറെഡി ഇപ്പോൾ ആ മുകളിൽ ഒരു ഷൂട്ടിംഗ് സെറ്റ് ഇട്ടിട്ടുണ്ട്. ഓൾറെഡി സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് മുകളിൽ. ഇതാണ് ആ വളവ് വന്നിരിക്കുന്നത്. വണ്ടികൾ ഇതിലെ പോയിട്ട് ഇങ്ങനെ കറങ്ങി ഇതിലിങ്ങനെയാണ് കേട്ടോ പോകുന്നത്. നല്ല അടിപൊളി ഒരു സ്ഥലമുണ്ട്, നല്ല കാറ്റുണ്ട് ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം ഇതിലെ വന്നപ്പോൾ ജോൺ ലൂതർ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങാണ് നടക്കുന്നത്. പിന്നെ ജോസഫ്, ചാർലി, ഓർഡിനറിയുടെ ഒക്കെ ഭൂരിഭാഗം ഷൂട്ടിങ്ങും ഈ ഒരു ഏരിയയിൽ വെച്ചായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് അടിക്കുക, ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വേണം. അതുവരെയും ബൈ.